റോജെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കോൺഗ്രസിന് ഇപ്പം ഘടകകക്ഷികൾ വേണ്ട എന്നുള്ള സ്ഥിതിയാണ്. കാരണം ഘടകകക്ഷികളൊന്നും കോൺഗ്രസിന്റെ ചർച്ചയിൽ തീരുമാനങ്ങളിലൊന്നും അഭിപ്രായം പറയേണ്ട എന്നാണ് ഇപ്പൊ പറയുന്നത്. അല്ല, അത് കോൺഗ്രസിന്റെ വലിയേട്ടൻ മനോഭാവവും ധാർഷ്ട്യവുമാണ്. ഇതെല്ലാ കാലത്തും CPM-നെതിരെ ഉന്നയിക്കുന്ന ആരോപണമാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു ധാർഷ്ട്യത്തിലേക്ക് കോൺഗ്രസ് വരുന്ന കാര്യം? ഇവിടെ 102 സീറ്റ് കിട്ടിയപ്പോഴത്തേക്ക് ഇതെല്ലാം അവരുടെ മേന്മ കൊണ്ടാണെന്നാണ്. അത് എല്ലാ പാർട്ടികൾക്കും അവരവരുടേതായ സംഭാവനകൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെ ആണ് ഈ വിജയത്തിന്റെ പിന്നിലെ. അതുകൊണ്ടാണല്ലോ സതീശൻ പറഞ്ഞിരുന്നത് ടീം UDF എന്ന് പറയുന്നത്. ആ ടീം UDF-ന്റെ പ്രവർത്തന ഫലമായിട്ടാണ് 1 കോടിയിലധികം വോട്ട് ചരിത്രത്തിലാദ്യമായിട്ട് UDF-ന് കിട്ടിയത്. അപ്പോൾ അതിനകത്ത് 63 സീറ്റ്, ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിച്ച, ഏതാണ്ട് 90-95 സീറ്റിൽ മത്സരിച്ച പാർട്ടി എന്നുള്ളതിൽ കോൺഗ്രസിന് 63 സീറ്റ് കിട്ടി. അപ്പൊ ഈ ഇത്രയും സീറ്റ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇനി ആരെയും വേണ്ട, ഇവരൊക്കെ എന്തിനാ, ഇവരേതാണ്ട് പരിയമ്പുറത്ത് കിടക്കുന്ന ബംഗാളികളെ പോലാണ് ഈ കോൺഗ്രസ് നേതൃത്വത്തിലെ ചിലരുടെയൊക്കെ അഭിപ്രായം. അതായത് നിങ്ങൾ ഇതിനകത്തൊന്നും അഭിപ്രായം പറയണ്ട, ഞങ്ങൾ തീരുമാനിക്കും, അത് നിങ്ങൾക്ക് അതങ്ങ് സ്വീകരിച്ചാൽ മതി എന്നുള്ള ധാർഷ്ട്യമാണ്. ഏറ്റവും ഒടുവിൽ അതാണ് പ്രേമേന്ദ്രൻ, RSP നേതാവ് പ്രേമേന്ദ്രൻ പറഞ്ഞത്. അത് എന്താണ്, ഘടകകക്ഷികളെ നിങ്ങൾ വിളിച്ചത് കൊണ്ടാണ് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞത്. ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ലാത്തവരല്ലല്ലോ, അവർക്കും അഭിപ്രായമുണ്ട്. അതായത് ഈ മുന്നണിക്കകത്തെ എല്ലാ ചെറുതും വലുതുമായ എല്ലാ കക്ഷികൾക്കും റൂളുണ്ട്, അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, അവരുടെ സംഭാവനകളും ചേർന്നാണ് ഈ 1 കോടി വോട്ടെന്ന് പറയുന്നത്. അല്ല കോൺഗ്രസിന്റെ മാത്രമൊന്നുമല്ല. അപ്പം അതിനകത്ത് രണ്ടാമത്തെ വലിയ ഘടകകക്ഷി എന്ന് പറയുന്നത് ലീഗാണ്. ലീഗിനെ പോലെ തന്നെ മറ്റുള്ളൊരു ലീഗ് അഭിപ്രായം പറഞ്ഞപ്പോഴാണ് മാത്യു കുഴൽനാടൻ ലീഗിന്റെ അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞാണ് മാത്യു കുഴൽനാടൻ കയറി അതിനെതിരെ സംസാരിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പൊ ഇപ്പം ഇന്നലെ MM ഹസനാണ് ഡൽഹി പോയപ്പോൾ പറഞ്ഞത് ഘടകകക്ഷികളുടെ അഭിപ്രായം. അല്ല, മാത്യു കുഴൽനാടൻ പറയും പോലെ അല്ല, ഒരു മുതിർന്ന നേതാവായ ഹസൻ പറയുമ്പോൾ അതിന് ഘടകകക്ഷികൾ കുറച്ചുകൂടി സീരിയസ്നെസ് കൊടുക്കും. പിന്നെ അത് കാരണം എന്താണ്, ഹസൻ KPCC പ്രസിഡന്റും മുന്നണി കൺവീനറുമായിരുന്നു. ഈ അടുത്ത കാലം വരെ മുന്നണി കൺവീനറായിരുന്നു. അപ്പം എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകാൻ ബാധ്യതയുള്ള ഒരാൾ തന്നെ പറയുകയാണ് ഘടകകക്ഷികൾ ഇതിനകത്ത് അഭിപ്രായം പറയേണ്ടതാണ്. ഘടകകക്ഷികൾ അവരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ അത് അസുഖകരമായി തോന്നുന്നത്? അതൊരു ശരിയ നടപടിയല്ലല്ലോ. മുസ്ലിം ലീഗിനെ പോലെ, RSPയെ പോലെ, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ പോലെ ഉള്ള പാർട്ടികൾ ചേർന്ന അതിന്റെ ഒരു സമന്വയമാണിത്. അവരെ ഏകാഭിപ്രായത്തിലും തോളോട് ചേർന്ന് പ്രവർത്തിച്ചത് കൊണ്ടുമാണല്ലോ ഈ റിസൾട്ട് കിട്ടുക. അല്ലാതെ റിസൾട്ട് അല്ലല്ലോ. മലബാറിൽ ഒറ്റ ഉദാഹരണം, കേരളത്തിലെ ഏതാണ്ട് ഒരു 5-6 ജില്ലകളിൽ വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവര് എണ്ണയിട്ട യന്ത്രം പോലെയാണ് അവരെ പ്രവർത്തിച്ചത്. അവരുടെ സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോ RSPയോ എന്നൊന്നും നോക്കാതാണ് ലീഗിന്റെ പ്രവർത്തകര് കൈമെയ് മാറുന്ന മലബാറിലുടനീളം പ്രവർത്തിച്ച് അവർക്ക് സ്വാധീനമുള്ള ഏരിയകളിലെല്ലാം തന്നെ കോൺഗ്രസിന് UDF-ന് വൻ വിജയമാണ്. അപ്പോൾ അങ്ങനെ പറയുകയാണ് ഞങ്ങൾ ഘടകകക്ഷികളെ കേൾക്കത്തില്ല, ഘടകകക്ഷികളുടെ അഭിപ്രായം ഉണ്ട്. ഘടകകക്ഷികളുടെ കൈവക്കിയാലേ നിയമസഭയിൽ കേവല ഭൂരിപക്ഷം ആകത്തുള്ളൂ. 63 സീറ്റേ ഉള്ളൂ കോൺഗ്രസിന്. ലീഗിന്റെ 22-ഉം RSPയുടെ 4-ഉം ജോസഫിന്റെ 7-ഉം ഒക്കെ ചേരുമ്പോഴാണ് ഇത് 102 ആകുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു രൂപം എന്ന് പറയുന്നത്. അല്ല, തെരഞ്ഞെടുപ്പ് വരെ ടീം UDF ആയിരുന്നു. കാരണം ജോസഫ് വിഭാഗത്തിന്റെ സീറ്റ് ഏറ്റെടുത്തപ്പോൾ പ്രശ്നം ഉണ്ടായില്ല. അതുപോലെ സീറ്റ് വിഭജനം എല്ലാം വളരെ സിമ്പിൾ ആയിരുന്നു. കാരണം നമുക്കറിയാം പഴയ ചരിത്രം, സീറ്റ് വിഭജനം എന്ന് പറഞ്ഞാൽ UDF-ന് എപ്പോഴും തലവേദനയായിരുന്നു. ഇത്തവണ അതില്ല. പക്ഷെ ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ സമീപനം എല്ലാം. അല്ല, അതാ ഞാൻ പറഞ്ഞത്, കോൺഗ്രസിന്റെ ഒരു പുതിയ കാലത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വൃത്തികെട്ട സംസ്കാരമാണത്. അങ്ങനെ പാടില്ല. നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ചെറുതും വലുതുമായ കക്ഷികളെ തുല്യതയോടുകൂടി വേണം കണക്കാക്കാൻ. അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കണം. അവരൊക്കെ ഈ രാഷ്ട്രീയത്തിലുള്ളവരാ. പ്രേമേന്ദ്രൻ ഇന്ത്യൻ പാർലമെന്റിൽ 3-ാം തവണയാണ് തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 2009 മുതൽ അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്. അതിനു മുമ്പ് രാജ്യസഭാ അംഗമായിരുന്നു. അതിനു മുമ്പ് ലോക്സഭയിൽ പോയിട്ടുണ്ട്. കേരളത്തിലെ മന്ത്രിയായിരുന്നു. അങ്ങനെ പാരമ്പര്യമുള്ള രാഷ്ട്രീയ നേതാക്കളാണ്. കുഞ്ഞാലിക്കുട്ടി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഇപ്പം മന്ത്രിയായിട്ടിരിക്കുന്ന, ഇപ്പൊ UDF മന്ത്രിസഭ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കാലം അനുഭവ പാരമ്പര്യമുള്ള ഒരു 10-35 വർഷം നിയമസഭാ അംഗമായിരുന്ന ഒരാളാണ്, പാർലമെന്റ് അംഗമായിരുന്നു. അപ്പൊ നിങ്ങൾ അവരൊക്കെ പറയുന്ന ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എങ്ങനെ പുച്ഛിക്കാൻ തോന്നുന്നത്? അത് പുച്ഛിക്കേണ്ട കാര്യമില്ലല്ലോ. കേരളത്തിലെ ഒരു ഏതാണ്ട് 10-18% വോട്ട് കിട്ടുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അവർക്ക് എന്താ അഭിപ്രായമില്ലേ? അല്ല, തങ്ങൾ എടുത്തു വെച്ചേക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കാത്തതായിരിക്കോ ഇവരെല്ലാം ഈ ഒരു രീതിയിൽ? അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അവരുടെ കോൺഗ്രസിന്റെ അഭിപ്രായത്തോടെ അവർ ചേർന്ന് പോകുന്നുണ്ടല്ലോ. അവർ പാകിസ്ഥാനിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് UDF-ന്റെ നേതാവാക്കണമെന്നല്ലല്ലോ, അല്ലെങ്കിൽ BJP ആളെ കൊണ്ടുവരണമെന്നല്ലല്ലോ അവർ പറയുന്നത്. അവർ പറഞ്ഞത് നിങ്ങൾ
കോൺഗ്രസിന്റെ ഈ പിന്നെ മുന്നണി സംവിധാനത്തെ നയിച്ച ഒരാള് വരുന്നത് നല്ലതാണ്, അയാൾക്ക് അനുകൂലമായ ജനവികാരമുണ്ട്, അത് പറയാൻ എല്ലാ അവകാശവും എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതിനെ കോൺഗ്രസ് മറ്റേ ഘടകകക്ഷികളുടെ അഭിപ്രായം പറയാനില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയോ പുച്ഛിക്കുകയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം അതാണ്, അവരുടെ കൈവെക്കുമ്പോൾ മാത്രമാണ് ഈ മന്ത്രിസഭയും ഈ മുന്നണിയും പൂർണ്ണമാകുന്നത്. അതെന്തുകൊണ്ടാണ് ഇവർ മനസ്സിലാക്കാത്തത്? എം ഹസനെ പോലെ ഒരാള് കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ 50 വർഷത്തിലധികമായി സജീവമായി നിൽക്കുന്ന ഒരാള്, അദ്ദേഹം ഈ അടുത്ത കാലം വരെ മുന്നണിയുടെ കൺവീനറായിരുന്നു, അദ്ദേഹം കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റായിരുന്നു, മന്ത്രിയായിരുന്നു, ദീർഘകാല MLA ഒക്കെ ആയിരുന്ന ഒരാൾ. അദ്ദേഹം എങ്ങനെ അത് പറയുന്നത്? അതൊരു ശരിയായ നടപടിയല്ലല്ലോ, ഘടകകക്ഷികളെ അവമാനിക്കുന്നതിന് തുല്യമാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്, പ്രേമേന്ദ്രൻ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെ അവമാനിക്കരുത്, നിങ്ങൾ വിളിച്ചിട്ടാണ് ഞങ്ങൾ പോയി അഭിപ്രായം പറഞ്ഞത്. ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്, അത് പുറത്ത് പറഞ്ഞിട്ടില്ല, അവരകത്തേ പറഞ്ഞിട്ടുള്ളൂ. ആ മാന്യത എല്ലാ ഘടകകക്ഷികളും കാണിച്ചു. അവർ ഇന്നാർക്ക് വേണ്ടി അവർ പണം നയിക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അവർ പറയേണ്ടടുത്ത് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിരീക്ഷകർ വന്നപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, അത് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. അവരോട് വിളിച്ചു വന്നവരല്ലോ, അവർക്ക് വോട്ട് കിട്ടി, അവർക്ക് MLA മാരുണ്ട്, അവർക്കത് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു പാർലമെന്റ് അംഗമാണ് പ്രേമേന്ദ്രൻ എന്ന് പറയുന്നത്. കോൺഗ്രസ് നേതാക്കൾക്കും ഭരണകക്ഷിയുള്ളവർക്കും ബഹുമാനം തോന്നുന്ന നേതാവാണ്. കാരണം അത്ര പിന്നെ പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പാർലമെന്ററി സംവിധാനത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ കൊണ്ട് പോലും അത് പറയിപ്പിക്കാൻ ഇടയായത് എവിടെയാണ്? ഈ കോൺഗ്രസ് നേതാക്കളുടെ ഈ മസിൽ പിടുത്തവും അഹങ്കാരമാണ്. അത് പാടില്ലല്ലോ. നിങ്ങൾ പിന്നെ നമ്മൾ CPM-നെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, മറ്റേ ചെറുകിട കക്ഷികളോട് പിന്നെ വിവേചനം കാണിക്കുകയും അവരെ മാനിക്കാതിരിക്കുകയും ചെയ്യുന്നു, വലിയേട്ടൻ മനോഭാവമാണെന്ന് CPI ആണ് സ്ഥിരം പറയുന്നത്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ കോൺഗ്രസിനകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എവിടെയാണ്? 63 സീറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം സംഭാവനയല്ല, ഈ എല്ലാ ഘടകകക്ഷികളുടെയും കൂടെ സംഭാവനയാണ്. അവരുടെ ചിലപ്പോൾ 5 വോട്ടായിരിക്കാം, 10 വോട്ടായിരിക്കാം, അതിൽ കൂടുതലുണ്ടാവാം. അങ്ങനെയൊക്കെ തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, അവരുടെ അധ്വാനമുണ്ട്, അവരുടെ വേർപ്പൂടെ ചേർന്നാണ് നിങ്ങളൊക്കെ നാളെ മന്ത്രിമാരും MLA മാരും ഒക്കെ ആവുന്നു എന്നുള്ള ആ ബോധ്യം വേണം. അപ്പം ഈ മുന്നണി സംവിധാനം കരുണാകരൻ കൊണ്ടുവന്ന കൂട്ടിച്ചേർന്ന ഒരു മുന്നണി സംവിധാനമാണ്. അത് ഇന്ത്യക്ക് തന്നെ മാതൃകയാണ്. കോൺഗ്രസിന് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് ഭരണം കിട്ടുന്നത്. ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് നിന്ന കോൺഗ്രസിന് എവിടെ ഭരണം കിട്ടാനാ? അപ്പൊ ആ ബോധ്യത്തോടു കൂടി വേണം ഇത്തരം കാര്യങ്ങളെ പിന്നെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ ഘടകകക്ഷികളുടെ ഇടയിൽ വെറുപ്പുണ്ടാക്കാത്ത രീതിയിൽ ഈ മുന്നണി സംവിധാനത്തെ കൊണ്ടുപോകാൻ ബാധ്യതയുള്ളവരാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുന്നത് വേറൊരാൾ, ഇപ്പൊ മാത്യു കുഴൽനാടൻ പറഞ്ഞ പോലെ അല്ല M ഹസൻ പറയുന്നത്. ഈ മുന്നണിയുടെ കൺവീനറായിരുന്നു, എല്ലാ ഘടകകക്ഷികളെയും യോജിപ്പിച്ചു കൊണ്ടുപോവുകയും അവരുടെ പിന്നെ ചെയർമാൻ കഴിഞ്ഞാൽ ആരാണോ ചെയർമാൻ, ആ കഴിഞ്ഞ 2ാമത്തെ സ്ഥാനമാണ് കൺവീനർക്കുള്ളത്. കൺവീനറുടെ അത്ര ബഹുമാനത്തോടുകൂടിയാണ്. ഇവിടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദീർഘകാലം മുന്നണിയെ നയിച്ച ഒരു കൺവീനറായിരുന്നു ശങ്കരനാരായണൻ. 20-25 വർഷത്തോളം അദ്ദേഹം മുന്നണി കൺവീനറായിരുന്നു. അപ്പം അങ്ങനെ വലിയ ബഹുമാനം പിടിച്ചു പറ്റിയിട്ടുള്ള കൺവീനർമാരുള്ള പിന്നെ മുന്നണി സംവിധാനമാണ്. അവിടെ നിങ്ങൾ ഇത്തരത്തിൽ പെരുമാറിയാൽ ഘടകകക്ഷികൾക്ക് അതൃപ്തി ഉണ്ടാവും. പിന്നീട് വരുന്ന ദിവസങ്ങളിൽ അത് ഭരണത്തെ ബാധിക്കും. ഓരോരുത്തരും ഓരോ വഴിയെ പോകും. അപ്പൊ അതിനെല്ലാം യോജിപ്പിച്ച് നിർത്തേണ്ടവരാണ് ഈ മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്നുള്ളതിൽ കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത്. കോൺഗ്രസിലെ ഒരു സാധാ അംഗം പറയുന്നതും അതിന്റെ തലപ്പത്തിരിക്കുന്നവർ പറയുന്നതും ഒക്കെ തന്നെ അത് അവരെ ബാധിക്കുന്നതാണ്. ആ ബോധ്യത്തിൽ വേണമായിരുന്നു സംസാരിക്കാൻ.